നമുക്കറിയാം അമേരിക്കയും ഇസ്രയേലും ഇറാനിൽ നടത്തിയ യുദ്ധം താൽക്കാലികമെന്നോണം ദുർബലമായ ഒരു വെടിനിർത്തലിലേക്ക് എത്തുകയും അതിനുശേഷം ഈ പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ നടന്ന ചർച്ച പരാജയപ്പെടുകയും ചെയ്തപ്പോൾ ട്രംപ് ട്രംപും അമേരിക്കയും ഇപ്പോൾ ചെയ്യുന്നത് ഹോർമുസ് കടലിടുക്കിൽ കൂടുതൽ പ്രതിസന്ധികൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. അങ്ങനെ ഇറാനെ കീഴ്പ്പെടുത്താൻ കഴിയുമോ എന്ന് തന്നെയാണ് അമേരിക്ക ഇപ്പോൾ നോക്കുന്നത്. എന്താണ് ഇക്കഴിഞ്ഞ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്? അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നു, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഹോർമുസ് കടലിടുക്കിൽ അമേരിക്കയുടെ ഉപരോധം നിലവിൽ വന്നു എന്നാണ് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത്. അതായത് നമുക്കറിയാം, ഈ യുദ്ധം തുടങ്ങിയത് മുതൽ ഹോർമുസ് കടലിടുക്ക് വഴി ഇറാൻ അനുവദിക്കാതെ ഒരു കപ്പലുകളും കടന്നു പോകുന്നില്ല എന്നുള്ള വിഷയം. അതായത് ഇറാന് ചുങ്കം ചുമത്തിക്കൊണ്ടോ അല്ലെങ്കിൽ ഇറാനോട് പ്രത്യേക അനുമതി നേടിക്കൊണ്ടോ മാത്രമാണ് ഇറാന് ഉദ്ദേശിക്കുന്ന രാജ്യങ്ങളുടെ കപ്പലുകൾ അതുവഴി കടന്നുപോയിരുന്നത്. ഇറാൻ അമേരിക്കയുമായി ബന്ധമുള്ളതോ ഇസ്രയേലുമായി ബന്ധമുള്ളതോ ആയ രാജ്യങ്ങളുടെ കപ്പലുകൾ അതുവഴി കടത്തിവിടുന്നില്ല. അങ്ങനെ ഇറാൻ ഉദ്ദേശിക്കുന്ന രാജ്യങ്ങളുടെ കപ്പലുകളും ഇറാന്റെ കപ്പലുകളും മാത്രം കടന്നു പോകുന്ന ഒരു മേഖലയായി ഹോർമുസ് കടലിടുക്ക്, അതായത് ലോകത്തെ ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ നിയന്ത്രിക്കുവാൻ ശേഷിയുള്ള, അതിൻ്റെ വലിയൊരു ശതമാനവും കടന്നു പോകുന്ന ചരക്കു നീക്കം നടക്കുന്ന ഈ ഹോർമുസ് കടലിടുക്ക് ഇറാന്റെ പൂർണ്ണമായ നിയന്ത്രണത്തിലേക്ക് വന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ അമേരിക്ക പറയുന്നത്, അവിടെ ഇനി ഇറാൻ അനുവദിക്കുന്ന കപ്പലുകൾ കടന്നു പോകുവാൻ ഞങ്ങളും അനുവദിക്കുകയില്ലെന്നും അത്തരം കപ്പലുകളെ ഞങ്ങൾ ആക്രമിക്കുമെന്നും അമേരിക്ക ഇക്കഴിഞ്ഞ ദിവസം പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. ട്രംപ് പറയുന്നത്, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇന്നലെ രാവിലെ 10 മണിക്ക് ന്യൂയോർക്ക് ടൈംസ് 10 മണിക്ക് അത് നിലവിൽ വന്നു എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. ഈ ഒരു പ്രഖ്യാപനം വന്നത് മുതൽ ഇറാന്റെ പ്രതികരണം എന്ന് പറയുന്നത്, ആഗോള സമ്പദ് വ്യവസ്ഥയെ പിടിച്ചുകുലുക്കുന്ന രീതിയിലുള്ള ഒരു തിരഞ്ഞെടുപ്പാണ് അമേരിക്ക നടത്തിയതെന്നും അകാരണമായി നിയമവിരുദ്ധമായ ഒരു യുദ്ധം ഇറാനിൽ അയച്ചുവിട്ട് ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പിലേക്ക്, ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് അമേരിക്ക എത്തിക്കഴിഞ്ഞാൽ ഈ യുദ്ധം വിജയിക്കുവാൻ അവർക്ക് കഴിയും എന്നാണോ അവർ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്. മുഖത്തോട് വെറുപ്പുണ്ടായി എന്ന് കരുതി, അല്ലെങ്കിൽ വെറുപ്പുണ്ടാകണമെന്ന് കരുതി ആരെങ്കിലും മൂക്കു മുറിക്കുമോ എന്നാണ് ഇറാൻ ചോദിക്കുന്നത്. അന്താരാഷ്ട്ര ജലാതിർത്തിയിൽ നിന്ന് കപ്പലുകൾ ബ്ലോക്ക് ചെയ്യുന്നത് നിയമവിരുദ്ധമാണെന്ന് ഇറാൻ പരസ്യമായി പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. എന്നാൽ ഒരിറ്റും ഇറാൻ പിന്നോട്ട് പോകുന്നില്ല. ഇറാനെ ഏതെങ്കിലും ഒരു രീതിയിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന വഴിയെ കൊണ്ടുവരാനാണ് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുത്തത് എന്ന് ട്രംപ് പറയുമ്പോഴും ഇത് ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ പിടിച്ചുകുലുക്കുന്ന ഒരു തീരുമാനമായി വരും ദിവസങ്ങളിൽ മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. GCC രാജ്യങ്ങളിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ കടന്നു പോകാത്ത രീതിയിലേക്ക് ഹോർമുസ് കടലിടുക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ യുദ്ധം തുടങ്ങിയത് മുതൽ ഹോർമുസ് കടലിടുക്ക് ഇറാൻ ബ്ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഹോർമുസ് കടലിടുക്ക് ഓപ്പൺ ആണെന്നും എനിമി രാജ്യങ്ങൾക്ക് മാത്രമാണ് ഇത് അടക്കപ്പെട്ടത് എന്നും ഇറാൻ വിവിധ തവണകളായി പറഞ്ഞു. ഇന്ത്യയുടെ നിരവധി കപ്പലുകൾ അതുവഴി കടന്നു വരികയും അതുപോലെ ലോകത്തെ വിവിധ രാജ്യങ്ങളുടെ കപ്പലുകൾ അതുവഴി കടന്നു പോവുകയും, എന്തിലധികം ഫ്രാൻസിന്റെ ഒരു കപ്പൽ പോലും ആ വഴി കടന്നുപോയി എന്ന് പറയുമ്പോൾ തീർച്ചയായും അത്തരത്തിലുള്ള എല്ലാ അവസരങ്ങളെയും കെടുത്തുന്നതാണ് ഇപ്പോഴത്തെ അമേരിക്കയുടെ തീരുമാനം എന്ന് പറയേണ്ടി വരും. അത്തരത്തിൽ വരുമ്പോൾ ഈ യുദ്ധം ഇപ്പോൾ തന്നെ ലോക സമ്പദ് വ്യവസ്ഥയെ പിടിച്ചുകുലുക്കുകയും ക്രൂഡ് ഓയിലിന് വളരെ വലിയ വിലവർധനവുണ്ടാവുകയും, ഈ വെടിനിർത്തൽ കരാറ് നിലവിൽ വന്നത് മുതൽ ക്രൂഡ് ഓയിലിന് ചെറിയ രീതിയിൽ $90 താഴ്ന്നുവെങ്കിൽ ഇപ്പോൾ ഇതാ ആ വെടിനിർത്തൽ പാകിസ്ഥാനിൽ പരാജയപ്പെട്ടു എന്ന് പറയുന്ന ആ ദിവസം തന്നെ വീണ്ടും അത് $100 മുകളിലേക്ക് കയറുകയും ചെയ്തു എന്ന് പറയുമ്പോൾ, അതിനുശേഷം ഇത്തരത്തിലൊരു ബ്ലോക്കേഡ് അമേരിക്കയുടെയും ഇറാന്റെയും നേതൃത്വത്തിൽ ഹോർമൂസ് കടലിടുക്കിൽ വരുമ്പോൾ ഒരു വിഭാഗം കപ്പലുകളെ ഇറാൻ നിയന്ത്രിക്കും, അതുപോലെ തന്നെ ഒരു വിഭാഗം കപ്പലുകളെ അമേരിക്കയും നിയന്ത്രിക്കും എന്ന് വരുമ്പോൾ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും അടഞ്ഞുകിടക്കുകയും
ക്രൂഡ് ഓയിലിൻ്റെ വില വീണ്ടും ഉയരുകയും ആഗോള സമ്പദ് വ്യവസ്ഥയെ ഇത് പിടിച്ചുകുലുക്കുകയും ചെയ്യാൻ പോകുന്ന യുദ്ധമായി ഇത് മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് ഇറാൻ ഉദ്ദേശിച്ചതുപോലെ, ഇറാൻ യുദ്ധം തുടങ്ങിയ ആ സമയത്ത് തന്നെ പറഞ്ഞതാണ്, നിങ്ങൾ $200 ആവുന്നതിലേക്ക്, ക്രൂഡ് ഓയിലിന് $200 ആവുന്നതിലേക്ക് നിങ്ങൾ കാത്തു നിന്നോളൂ എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരവസരത്തിലേക്ക് കാര്യങ്ങൾ എത്തുമോ നീങ്ങുമോ എന്നുള്ളത് നോക്കിക്കാണേണ്ടി തന്നെ വരും. അമേരിക്ക പറയുന്നത്, ഇക്കഴിഞ്ഞ ദിവസം ട്രംപ് പറയുന്നത്, ഇറാന്റെ ഒരു യുദ്ധക്കപ്പലുകളും ഞങ്ങളുടെ ബ്ലോക്കേഡിനടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ സമയം തന്നെ ഞങ്ങളത് നശിപ്പിച്ചു കളയുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യമുണ്ട്. കാരണം ഇറാൻ നേവിയെ ഞങ്ങൾ ഭൂലോകത്ത് നിന്ന് പൂർണ്ണമായും ഇല്ലാതാക്കിയെന്നും അവരെ മുഴുവനായും കടലിനുള്ളിലാക്കി കളഞ്ഞു എന്നും വെള്ളത്തിൽ മുക്കിയെന്നുമൊക്കെ ദിവസങ്ങളായി, യുദ്ധം തുടങ്ങി 2 ദിവസം കഴിയുമ്പോൾ തന്നെ അവകാശവാദമായി ഇറങ്ങിയ ട്രംപ് ഇപ്പോൾ പറയുന്നത്, ഇറാൻ നേവി ഷിപ്പുകൾ ഞങ്ങളുടെ ബ്ലോക്കേഡിനടുത്തേക്ക് വരരുത്, വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ആക്രമിക്കും, ഇല്ലാതാക്കി കളയുമെന്നാണ്. അപ്പോൾ ഈ എഴുത്തിൻ്റെ കൂടെ സോഷ്യൽ മീഡിയയിൽ ട്രംപ് ഇപ്പോൾ എഴുതുകയാണ്, അവരുടെ ചില കപ്പലുകൾ ഞങ്ങൾ ബാക്കി വെച്ചിരുന്നു, അതിന് കാരണം ആ കപ്പലുകൾ ഞങ്ങൾക്ക് എതിരല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ആ കപ്പലുകൾ ഞങ്ങൾക്ക് അരികെ എങ്ങാനും ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അവരെ നമ്മൾ നശിപ്പിക്കുമെന്നാണ് പറയുന്നത് എന്ന് ഒരു വിശദീകരണവും ആ എഴുത്തിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം ഈ ദിവസം മുഴുവനും ട്രംപ് പറഞ്ഞിരുന്നത് വലിയ വലിയ ബഡായികളായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇറാന്റെ നേവിയെ പൂർണ്ണമായും ഇല്ലാതാക്കിയിരുന്നെങ്കിൽ പിന്നെ ഹോർമുസ് കടലിടുക്ക് വഴി അമേരിക്കൻ കപ്പലുകൾക്കോ അമേരിക്കയുമായി ബന്ധമുള്ള കപ്പലുകൾക്കോ കടന്നു പോകുന്നതിന് പിന്നെ എന്ത് പ്രയാസമാണ്, മൈനുകൾ നീക്കം ചെയ്യുന്നതിനും ഒരു പ്രയാസവുമില്ലാത്തൊരു സാഹചര്യം ഉണ്ടാവും. പക്ഷേ ട്രംപ് പറയുന്നത് തീർച്ചയായും കളവാണ്. ഇറാന്റെ നാവികസേനയെ പൂർണ്ണമായും ഇല്ലാതാക്കുവാനോ IRGCയെ ശക്തി കുറക്കുവാനോ മിസൈൽ സംവിധാനങ്ങളെ ആക്രമിക്കുവാനോ ഇന്ന് വരെ അമേരിക്കയ്ക്കും ഇസ്രയേലിനും കഴിഞ്ഞിട്ടില്ല. ഇത് അമേരിക്കൻ ഇന്റലിജൻസ് പോലും റിപ്പോർട്ട് ചെയ്യുന്നത്, ഇറാന്റെ ചില മിസൈൽ സിറ്റികളെ ഭാഗികമായി ചെറിയ രീതിയിലെങ്കിലും ആക്രമിക്കുവാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞെങ്കിലും അവരുടെ മിസൈൽ സംവിധാനങ്ങളെ തൊടുവാനോ അതിനെ പൂർണ്ണമായും ഇല്ലാതാക്കുവാനോ ഒന്നും അമേരിക്കക്കും ഇസ്രയേലിനും കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, ഈ ഒരു വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷം ചെറിയ കേടുപാടുകൾ മിസൈൽ സിറ്റികളുടെ ചില കവാടങ്ങളിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ പോലും മണിക്കൂറുകൾ കൊണ്ട് IRGC ശരിയാക്കുകയും പൂർണ്ണമായി സജ്ജമാക്കുകയും ചെയ്തു എന്നാണ് അമേരിക്കൻ ഇന്റലിജൻസ് പോലും ഇപ്പോൾ പുറത്തുവിടുന്നത്. ഇത് അമേരിക്കൻ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന വാർത്തയാണ്. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു വാർത്തയൊക്കെ പുറത്തുവിടുമ്പോൾ അമേരിക്കൻ മാധ്യമങ്ങൾക്ക് എതിരെ പോലും ട്രംപ് വിവിധ തവണകളായി ഫേക്ക് ന്യൂസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലപ്പോഴും രംഗത്ത് വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ യുദ്ധത്തിൽ അമേരിക്ക കുടുങ്ങിയിരിക്കുന്നു. അമേരിക്കക്ക് വൻ നാശനഷ്ടമാണ്. ഇസ്രയേലിൻ്റെ കൂടെ കൂടി ഈ ഒരു യുദ്ധത്തിൽ ഇറാനിൽ ഏർപ്പെട്ടത് കൊണ്ട് തന്നെ വന്നത്. ഇറാനിൽ ആദ്യം മൊസാദിൻ്റെ നേതൃത്വത്തിൽ ഒരു ഗവൺമെൻറ്റിനെതിരെ ഒരു പ്രൊട്ടസ്റ്റ് സംഘടിപ്പിക്കുകയും അങ്ങനെ വലിയ കലാപത്തിന് ഇറാനിൽ ഒരു ആക്കം കൂട്ടുകയും ചെയ്തു. അതിനുശേഷം ഞങ്ങളിതാ സഹായിക്കാൻ വരുന്നു എന്ന് പറഞ്ഞ് ഒരു യുദ്ധം ഇരുവരും ഇറാനിലേക്ക് ആരംഭിച്ചപ്പോൾ ഇപ്പോൾ ഇറാനിൽ കാണുന്ന കാഴ്ചയെന്ന് പറയുന്നത് പ്രോ ഗവൺമെൻറ് റാലികളാണ് ഇറാനിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അന്ന് പ്രൊട്ടസ്റ്റാണ്, എഗെയിൻസ്റ്റുള്ള പ്രൊട്ടസ്റ്റാണ് നടന്നതെങ്കിൽ ഇന്ന് പ്രോ ഗവൺമെൻറ് റാലികൾ നടക്കുന്നു. ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ലക്ഷക്കണക്കിന് ആളുകൾ തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഇറാനിൽ കാണുന്നത്. അത്തരത്തിൽ ഇതിനെ മനസ്സിലാക്കുകയാണെങ്കിൽ ഇറാനിലെ ഇപ്പോഴത്തെ ഭരണകൂടത്തിന് ഇതൊരു മുതൽക്കൂട്ടായി എന്ന് തന്നെ വേണം പറയാൻ. 1979 ശേഷം ഇത്തരത്തിൽ ഇറാനിലെ ഭരണം അട്ടിമറിക്കപ്പെടുമോ, ഷാ ഭരണകൂടവും അല്ലെങ്കിൽ അമേരിക്കയെ അംഗീകരിക്കുന്ന ഒരു ഭരണകൂടവും ഇറാനിൽ വരാൻ സാധ്യതയുണ്ടോ എന്ന് പോലും തോന്നിപ്പോകുന്ന രീതിയിലുള്ള വളരെ വലിയ ഒരു പ്രൊട്ടസ്റ്റായിരുന്നു കഴിഞ്ഞ മാസങ്ങളിൽ ഇറാനിൽ നടന്നത്. അതിനുശേഷം ഈ യുദ്ധം കൊണ്ട് ഇറാനിലെ ജനങ്ങളുടെ മനസ്സ് മാറ്റുവാനും ഇറാനിലെ ജനങ്ങൾ ഏകദേശവും ഗവൺമെൻറ്റിന് അനുകൂലമാകുവാനും ഈ ഒരു യുദ്ധം കൊണ്ട് സാഹചര്യമൊരുക്കി. അതുമാത്രവുമല്ല, ഈ കഴിഞ്ഞ ദിവസം ഇറാന്റെ പ്രസിഡന്റ് പറഞ്ഞത്, ഞങ്ങളുടെ രാജ്യങ്ങളിലേക്ക് കരയാക്രമണവുമായി നിങ്ങൾ വരികയാണെങ്കിൽ 10 ലക്ഷം ആളുകളെ ഞങ്ങൾ അണിനിരത്തും എന്നുള്ളതാണ്. നമുക്കറിയാം ഇറാനിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും മിലിറ്ററി
പ്രാക്ടീസ് നേടിയ ആളുകളാണെന്നും 2 വർഷമോ അതോ 3 വർഷമോ അവിടെ മിലിറ്ററി സേവനം ചെയ്യൽ ഓരോരുത്തർക്കും നിർബന്ധമുള്ള ഒരു രാജ്യമെന്ന നിലക്ക് അവർക്ക് ഒരുപക്ഷെ അത്യാവശ്യം ഘട്ടം വന്നു കഴിഞ്ഞാൽ സാധാരണ ജനങ്ങളെപ്പോലും ആയുധം കൊടുത്തുകൊണ്ട് അമേരിക്കക്കെതിരെ നിരത്തുവാൻ ശേഷിയുള്ള ഒരു രാജ്യവും കൂടിയാണ് ഇറാൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊക്കെ ഇടക്ക് അമേരിക്ക എല്ലാ രീതിയിലും ഇറാനിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇറാൻ പറഞ്ഞതുപോലെ മുഖത്തെ വെറുക്കുവാൻ വേണ്ടി മൂക്ക് മുറിക്കുന്ന ഒരവസ്ഥയാണ് അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിൽ ഇത്തരത്തിലുള്ള ഒരു ബ്ലോക്കേഡ് വരുമ്പോൾ അവരുടെ സഖ്യരാജ്യങ്ങൾക്ക് കൂടുതൽ പ്രഹരമേൽപ്പിക്കുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു ഇറാൻ അനുമതി നൽകിക്കൊണ്ട് കടന്നുപോകുന്ന കപ്പലുകളെ പോലും തടുക്കുന്ന രീതിയിലേക്ക് ആഗോള സമ്പദ് വ്യവസ്ഥയെ പിടിച്ചുകുലുക്കാൻ പോകുന്ന തീരുമാനമായി ഇത് മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വരും ദിവസങ്ങളിൽ ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ കണ്ടറിയേണ്ടി വരും. തൽക്കാലം വിട, നമുക്ക് വീണ്ടും കാണാം.